അമേരിക്കയിൽ പാരമ്പര്യ സ്വത്തിൻ്റെ പകുതിക്കും സർക്കാരിനാണ് അവകാശമെന്നും ഇന്ത്യയിലും അതുപോലെയുള്ള നിയമം കൊണ്ടുവരണമെന്നും സാം പിത്രോഡ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് 1 ഏക്കർ കൃഷിസ്ഥലമുണ്ട് എന്ന് കരുതുക. അത് നമ്മുടെ അനന്തരാവകാശി കൈമാറിയാൽ 50 സെൻറ്റിൻ്റെ വിലയോളം നാം ഗവൺമെൻറ്റിന് നികുതിയായി നൽകണമെന്ന രീതിയിൽ നിയമം കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസിൻ്റെ ബുദ്ധിജീവിയുടെ അഭിപ്രായം. ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല. ചിദംബരത്തിൻ്റെ കാലം മുതൽ ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവരാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. പട്ടിണി കിടന്ന് മുണ്ട് മുറുക്കി കൊടുത്തും അനന്തര തലമുറയ്ക്ക് നല്ലത് വരാൻ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലേത്. അതാണ് ഈ ഭാരതീയതയുടെ ഒരു ആണിക്കല്ല്, അടിവേര്. കുടുംബ ബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സംഘടനകൾ പോലും നിർമ്മിച്ചിരിക്കുന്നത്. സന്യാസ മഠങ്ങൾ മുതൽ RSS പോലെയുള്ള സംഘടനകൾ വരെ കുടുംബം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു നൈരന്തര്യമാണ് പരമ്പര അഥവാ പാരമ്പര്യം. പിതാമഹൻ, അച്ഛൻ, മകൻ മുതൽ ഗുരു ശിഷ്യ പരമ്പരകൾ വരെ ആ നൈരന്തര്യത്തെ ആഘോഷിക്കുന്നവയാണ്. ജ്ഞാന സ്വത്ത് മുതൽ ഭൗതിക സ്വത്ത് വരെ അങ്ങനെയുള്ള പരമ്പരയ്ക്കാണ് കൈമാറുന്നത്. രക്തബന്ധത്തിനോ ജനിതക ബന്ധങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലോ മാത്രമല്ല ഈ പാരമ്പര്യവുമെന്നും നമ്മുടെ സംസ്കൃതി വ്യക്തമായി കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മാതൃത്വം, പിതൃത്വം, ഭ്രാതൃത്വം, സഖാത്വം എന്നതെല്ലാം വലിയ തോതിൽ ആഘോഷിക്കുന്ന സംസ്കാരമാണിത്. ലോകത്തെ ഏറ്റവും വലിയ സഹോദരരായ പഞ്ചപാണ്ഡവർ 5 ജൈവപിതാക്കന്മാരുടെ മക്കളാണ്. അതിൽ യുധിഷ്ഠിരനും നകുലനും തമ്മിൽ അച്ഛനും അമ്മയും പോലും ഒന്നല്ല. ബയോളജിക്കലി അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നിട്ടും തൻ്റെ ഏത് സഹോദരനെ ജീവിപ്പിക്കണമെന്ന യക്ഷപ്രശ്നത്തിൽ യുധിഷ്ഠിരന് സംശയമേ ഇല്ല. അദ്ദേഹം നകുലിനെ തിരഞ്ഞെടുത്തു. എല്ലാ ശരീരബന്ധങ്ങളെയും മുറിച്ച് സ്വപിണ്ഡം സമർപ്പിച്ചിറങ്ങുന്ന സന്യാസി പോലും സദാശിവൻ മുതൽ തൻ്റെ ഗുരുനാഥൻ വരെയുള്ള ഗുരു പരമ്പരയെ നിത്യം പൂജിക്കും. വന്ദേ ഗുരു പരമ്പരാം എന്ന് നിത്യം ജപിക്കും. എന്നാൽ പാശ്ചാത്യർ അങ്ങനെയല്ല. അവർക്ക് അവരുടെ സംസ്കാരമാണ്. അത് ശരിയോ തെറ്റോ എന്നൊന്നും ആരും വിധിക്കേണ്ട, ഒന്നിനെയും കുറച്ച് കാണണ്ട. എന്നാലും പാശ്ചാത്യരുടെ സങ്കല്പങ്ങളിൽ കളക്റ്റീവ്നെസ് എന്നൊന്നില്ല, പരമ്പരയുമില്ല. അവിടെ ഇൻഡിവിജ്വലിസമാണുള്ളത്. ഞാൻ, എൻ്റേത് എന്നതാണ് അവിടെയുള്ള സങ്കല്പം. കുടുംബം എന്ന സങ്കല്പം പാശ്ചാത്യ ലോകത്തില്ല. ആത്മീയമായ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാറില്ല. പലപ്പോഴും ഒരു തരം മെറ്റീരിയലിസം എന്ന് പറയാം. കുടുംബത്തിലാണെങ്കിൽ മക്കളെ പഠിപ്പിക്കണമെന്ന ആഗ്രഹമൊന്നും ഉള്ളവരല്ല മിക്ക മാതാപിതാക്കളും. മക്കൾക്കായി ആരും ഒന്നും നീക്കി വെക്കാറില്ല. തൻ്റെ അപ്പോഴത്തെ സെക്ഷൽ പാർട്ട്ണറും താനും എന്നത് മാത്രമാണ് അവരുടെ കുടുംബസങ്കല്പത്തിലെ സമവാക്യം. 16 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ അച്ഛനമ്മമാരോട് താമസിക്കുന്ന ഒരുതരം മഹാപാപം പോലെയാണ് പാശ്ചാത്യ ലോകത്ത് കരുതുന്നത്. അച്ഛനമ്മമാർക്ക് ആണെങ്കിൽ മുതിർന്ന മക്കൾ കൂടെയുള്ളത് ഒരു ശല്യമാണ്. മക്കളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ആ മുറി ഒഴിഞ്ഞു കിട്ടുന്നതിനെ എന്നാണ് അച്ഛനമ്മമാർ പറയാറ്. തനിക്കത് വ്യായാമം ചെയ്യാനോ ഗെയിമുകൾക്കോ ഒക്കെ ഉള്ള ഒരു മുറി ആക്കാമായിരുന്നു എന്നൊക്കെ പല മാതാപിതാക്കളും പറയുന്നത് നേരിട്ട് കേട്ടിട്ടുണ്ട്. മക്കൾക്കാണെങ്കിലോ അവർക്കും എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് 16 വയസ്സ് കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതി, ഒന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് അവരുടെ ആഗ്രഹം. അതിനവർ സ്വന്തം വരുമാനത്തിനായി കാത്തിരിക്കും. എന്തിനേറെ പറയുന്നു, വീടില്ലാതെ വഴിയിൽ കിടക്കുന്നവർക്ക് പോലും സ്വന്തം അച്ഛനമ്മമാരുടെ വീട്ടിൽ പോയി അധികാലം നിൽക്കാൻ കഴിയില്ല. തിരിച്ച് വഴിയിൽ ഇറങ്ങി താമസിക്കുകയാണ് അവർ ചെയ്യുക. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ അവർക്കൊന്നും ഒരുത്തനും കാത്തിരിക്കുന്നില്ല. ഈ 2 സംസ്കാരങ്ങളെയും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതില്ല, വിധിക്കേണ്ടതില്ല. ഓരോരുത്തരടുത്ത് ഓരോ സംസ്കാരമാണ്. ഇനി ആർക്കാണ് ഈ പാരമ്പര്യ അവകാശമുള്ളത്? ആർക്കാണ് ഈ പാരമ്പര്യ അവകാശം കൈമാറേണ്ടുന്നത്? പണക്കാർക്കും രാജകുമാരന്മാർക്കും ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ട്രസ്റ്റുകളും ബോണ്ടുകളും കൊള്ളാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുണ്ടാക്കിയ പല വഴികൾ വഴിയും സ്വത്ത് കൈമാറാൻ കഴിയും. കമ്പനികൾ അതിൻ്റെ കൈമാറ്റം വഴിയൊക്കെ ആവും അവർ പാരമ്പര്യ സ്വത്ത് കൈമാറുക. അംബാനിക്കും ബിൽഗേറ്റ്സിനും രാഹുൽ ഗാന്ധിക്കുമൊന്നും അങ്ങനെ പണം കൈമാറാൻ വിഷമമൊന്നുമില്ല. ഓഫ് ഷോർ അക്കൗണ്ടുകൾ വഴി, ടാക്സ് സേവനങ്ങൾ വഴിയെല്ലാം പണം അവർക്കുള്ളിൽ തന്നെ നിൽക്കും. ഉദാഹരണത്തിന് നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ പേരിലാണ് നെഹ്റു കുടുംബം കുറച്ച് പാരമ്പര്യ സ്വത്ത് ഒളിച്ചു വെച്ച് കൈമാറിയത്. ബാക്കി സ്വിസ് ബാങ്കിലുമൊക്കെ ഉണ്ടാകും. സാധാരണക്കാരൻ്റെ 10 സെൻറ്റിലെ വീടിനും മാരുതി ആൾട്ടോ കാറിനും അങ്ങനെ പറ്റില്ലല്ലോ. 50 സെൻറ്റിൽ നെൽകൃഷി ചെയ്ത് ജീവിക്കുന്നവനും ട്രസ്റ്റും ബോണ്ടും ഒന്നും ആക്കാൻ കഴിയില്ല. അവൻ്റെ കൊങ്ങാക്കി പിടിച്ച് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് കൈവശാവകാശം മാറ്റുന്നതിൽ നിന്ന് ഇവനൊക്കെ പുട്ടടിക്കാൻ 50% നികുതി എടുക്കണമെന്നാണ് സാം പിത്രോഡ എഴുന്നള്ളിച്ചത്. എന്നാൽ ഇത് പാരമ്പര്യ സ്വത്തവകാശത്തിനെതിരെയുള്ള ഒരു ആക്രമണമൊന്നുമല്ല. ആത്യന്തികമായി ഇത് കുടുംബ വ്യവസ്ഥയ്ക്കും പരമ്പരയ്ക്കും എതിരെയുള്ള ആക്രമണമാണ്. കുടുംബ സ്വത്തില്ലാതെ വരുമ്പോൾ സാധാരണ മനുഷ്യർ എവിടെയെങ്കിലും ചിതറിപ്പോകാൻ തുടങ്ങും. ചിതറിയവന് വേരുകളില്ലാതാകും, വേരുകളില്ലാത്തവന് ഒരുമിച്ചിന്ന് സംസാരിക്കാനാവില്ല. ഇതാണ് ഈ ആക്രമണത്തിൻ്റെ പ്രധാന കാരണം. സാധാരണക്കാരനെ അവൻ്റെ വേരുകളിൽ നിന്ന് പറിച്ചു മാറ്റി ഒറ്റപ്പെടുത്തിയാൽ ഇവരുടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അജണ്ടകളൊക്കെ കൂടുതൽ മെച്ചമായി ഉപയോഗിക്കാമെന്ന ദുഷ്ടലാക്കാണ് സാം പിട്രോഡയുടെ ഇൻഹെറിറ്റൻസ് ടാക്സ് അജണ്ടയും കോൺഗ്രസിൻ്റെ കുറേ നാളായുള്ള ശ്രമവും. കുടുംബം എന്ന വ്യവസ്ഥയെയും
അതുവഴി കമ്മ്യൂണിറ്റി അഥവാ സമൂഹത്തിനെയും ചിതറിപ്പിക്കാനുള്ള ഗൂഢ ഉദ്ദേശമാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. ഒരുപാട് കാലമായി നാം പറയുന്നതാണ്, ഇന്ത്യയെ തകർക്കാൻ അവൻ്റെ കുടുംബ വ്യവസ്ഥയെ തകർത്തേ കഴിയൂ എന്ന് ഒരുപാട് കാലമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് വിദേശ ശക്തികളും അതിനെ ഇവിടെ സഹായിക്കുന്ന കോൺഗ്രസ് ഇടതാശയങ്ങളും. സിനിമകൾ, സീരിയലുകൾ, കലാരൂപങ്ങൾ തുടങ്ങി അവർക്ക് നിയന്ത്രിക്കാനാവുന്ന ഇടത്തൊക്കെ കുടുംബ വ്യവസ്ഥയെയും പാരമ്പര്യത്തെയും ഇകഴ്ത്തി കാട്ടാനും അതിലധിഷ്ഠിതമായ മനുഷ്യബന്ധങ്ങളെ തകർക്കാനും കുറച്ച് കാട്ടാനും നിരന്തരം പണിയെടുക്കുന്നവരാണ് ഈ കൂട്ടരെന്ന് നമുക്ക് നേരിട്ട് കാണാവുന്ന കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്, ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. അത് ഈ രക്തബന്ധങ്ങൾ മാത്രമല്ല, എത്രയോ ആയിരത്താണ്ടുകൾ മുന്നേ ജൈവിക ദേഹബോധത്തിനപ്പുറം കടന്ന ഭാരതീയന് ഈ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് വെറും രക്തബന്ധമൊന്നുമല്ല. ഇവിടെ പല മഠത്തിൻ്റെയും സ്വാമിയാർമാർ സമാധിയാവുമ്പോൾ അനന്തരാവകാശിയായ പുതിയ സ്വാമിക്ക് ജ്ഞാനസമ്പത്തിനൊപ്പം വലിയ ഭൗതിക സമ്പത്തും കൈമാറുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വീക്ഷണകോണിലൂടെ കൂടി ആലോചിക്കും. ഇത്തരത്തിൽ ഒരുവനെ അവൻ്റെ വേരുകളിൽ നിന്ന് പറിച്ചെടുത്ത് അവൻ്റെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കി സമൂഹങ്ങളെ, സമാജത്തെ തകർക്കുന്ന ഇടപാട് ഇതിനു മുമ്പ് പലയിടത്തും നടത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാർഗരറ്റ് താച്ചർ ബ്രിട്ടനിൽ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. ബ്രിട്ടനിൽ പല മൈനിങ് കമ്മ്യൂണിറ്റീസും മൈനിങ് നിയന്ത്രിക്കുന്നതിനെതിരെയുള്ള സമരത്തിൽ ഏർപ്പെട്ട് മാർഗരറ്റ് താച്ചറിന് തലവേദനയായപ്പോൾ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ തകർക്കാൻ വേണ്ടി ആ കമ്മ്യൂണിറ്റീസിനെ തകർക്കുകയാണ് ഉണ്ടായത്. ഇത് കോൺഗ്രസിൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. രാഷ്ട്രീയക്കാർക്കും ഭരണകൂടത്തിനും മുന്നിൽ ബ്രിട്ടീഷ് സമൂഹത്തിൻ്റെ ബാർഗെയിനിങ് പവർ മുഴുവൻ നഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ കമ്മ്യൂണിറ്റികളെ അവർ തകർത്തതുകൊണ്ടാണ്. അതിൻ്റെ ഫലം എന്താണ്? ഇന്ന് ബ്രിട്ടീഷുകാർ ഭരണകൂടത്തിനെ എതിർക്കാറില്ല, അവർക്ക് വേരുകളില്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഊർജ്ജ ബില്ലുകളും പണപ്പെരുപ്പവും ഇരട്ടിലധികമായ ബ്രിട്ടനിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും അതിനെതിരെ തെരുവിലിറങ്ങിയിട്ടില്ല. ആരും സമരം ചെയ്തിട്ടില്ല. നേഴ്സുമാരും ഡോക്ടർമാരും വരെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന ചാരിറ്റികളെ ആശ്രയിക്കുന്നതാണ് ചില റിപ്പോർട്ടുകൾ. എന്നിട്ടും ഒരു മന്ത്രിമാർക്കെതിരെയോ ഭരണകൂടത്തിനെതിരെയോ ആരും കാര്യമായി ഒന്നും പറഞ്ഞായി സമരം ചെയ്തതായോ ഒന്നും കണ്ടിട്ടില്ല. ഇത്തരത്തിൽ നമ്മളെ ഒരു തരത്തിൽ ഷണ്ഡീകരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് മനുഷ്യനെ അവൻ്റെ വേരുകളിൽ നിന്നും പറിച്ചെടുക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ ബാർഗെയിനിങ് പവർ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പാരമ്പര്യത്തെയും വേരുകളെയും ഇല്ലാതാക്കുന്ന അജണ്ടകളിലൂടെ ഇവരെല്ലാം ശ്രമിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ ബാർഗെയിനിങ് പവർ ഇല്ലാതാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫ്രിഞ്ച് ഗ്രൂപ്പുകൾക്ക് പൊതുസമൂഹത്തിന് മേൽ അതീശത്വമുണ്ടാകും. കർഷക സമരം മുതൽ CAA സമരം വരെയുള്ള സമരാഭാസങ്ങളും മുല്ലപ്പൂ വിപ്ലവങ്ങളുമെല്ലാം ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ ഇളക്കിവിട്ട് ഇവർക്ക് പെട്ടെന്ന് സാധ്യമാക്കാം. പൊതുസമൂഹത്തിൻ്റെ ബാർഗെയിനിങ് പവർ നഷ്ടപ്പെട്ടു, അവർക്ക് വേരുകളില്ല, അവർക്ക് ഒരുമിച്ചിരിക്കാൻ സ്ഥലമില്ല, അവരൊരുമിച്ച് കൂടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ വേരുകളറ്റ ഒരു പൊതുസമൂഹം, ഷണ്ഡീകരിച്ച പൊതുസമൂഹം ഇതിനെല്ലാം കാഴ്ചക്കാരായി നോക്കി നിൽക്കുക മാത്രം ചെയ്യും. ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഈ വലിയ സമൂഹത്തിന് മേൽ അധീശത്വമുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള അത്തരം ഫ്രിഞ്ച് ഗ്രൂപ്പുകളിലൂടെ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസിന് നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കാനാണ്. ഈ സാം പിത്രോഡ പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.